ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു വെണ്ടക്ക കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് തേങ്ങ ചിരവിയതും ഒരു 6-7 ചെറിയുള്ളിയും ഒരു 2 പീസ് വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമുക്ക് തേങ്ങ ചേർക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം കൂടിയാണ്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളും കൂടി നമുക്ക് ചേർത്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മൺചട്ടി എടുത്ത് വെക്കാം. മീൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഈ കറിയും വെക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ കറിയും അതേ രീതിയിലുള്ള കറിയെല്ലാം വെക്കാൻ മൺചട്ടി തന്നെയാണ് ഉത്തമം. ഇനി ചട്ടി വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ വെണ്ടക്ക നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വെണ്ടക്ക നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്ക നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. പൊതുവെ എല്ലാ കറികളിലും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വെണ്ടക്ക വഴറ്റിയെടുക്കാറുണ്ടല്ലോ. അതേ രീതിയിൽ തന്നെ നമുക്ക് വെണ്ടക്കയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വെണ്ടക്ക വഴറ്റിയ ശേഷം ഞാനതൊരു വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഒരു 2-3 പച്ചമുളകും ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ ഞാൻ എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അതിനായി ഞാനിവിടെ കുറച്ച് അത്യാവശ്യം കറിക്ക് ആവശ്യമായ പുളിവെള്ളം മാത്രം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ ഒന്ന് പുളിവെള്ളമെല്ലാം എടുക്കാം. ഒരുപാട് പുളി കൂടുകയും കുറയുകയും ചെയ്യരുത്. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതും കൂടി ഒന്ന് ചേർത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ അരപ്പും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അത്ര തന്നെ നമുക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് തേങ്ങയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ മസാലപ്പൊടികളുടെ സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുക. തേങ്ങ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കണം. പിന്നെ കറിയിൽ പ്രത്യേകിച്ച് പറയേണ്ടതായ കാര്യമെന്നാൽ ഈ തേങ്ങയുടെ അരപ്പ് നന്നായി പേസ്റ്റ് രൂപത്തിൽ തന്നെ അരഞ്ഞ് കിട്ടണം. ഇനി നന്നായി തിള വന്ന ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ടക്കയും കൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി വെണ്ടക്ക നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ വെണ്ടക്ക ഒരു പച്ച കളറാണ് ഉണ്ടായിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഇതാ കളറെല്ലാം ചേഞ്ചായി കിട്ടിയിട്ടുണ്ടാകും. നന്നായിട്ടൊന്ന് കുക്കായി വന്നപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. വെണ്ടക്ക ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് തിള വരയണം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ വെണ്ടക്കയും ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് കറി ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കറിക്ക് ആവശ്യമായ താളിപ്പും കൂടി നമുക്കൊന്ന് ചേർക്കാം. അതിനായി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാന് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം 1 ടീസ്പൂണ് ഉലുവയാണ് ചേർത്തത്. ഉലുവ നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഒരു പിടി ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്തത്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഒരു കളറെല്ലാം ഒന്ന് ബ്രൗൺ കളറായാൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മുളക് പൊടി ചേർത്തത്. ഇനി ഇതാ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കറിയുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ വെണ്ടക്ക കറിയിലോട്ട് ഈ താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഈ താളിപ്പ് നമ്മുടെ കറിയിലോട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിതാ നമ്മുടെ വെണ്ടക്ക കറി സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്.